ബീഫ് കഴിക്കുന്നവർക്ക് ദാദ്രിയിലെ അവസ്ഥയുണ്ടാകുമെന്ന് വെല്ലുവിളിയുമായി വിഎച്ച്പി നേതാവ് സ്വാതി പ്രാജി. അതേസമയം സംഭവത്തിൽ രാഷ്ട്രീയം കലർത്തരുതെന്ന് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് പ്രതികരിച്ചു. നീതി ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കൊല്ലപ്പെട്ട മുഹമ്മദ് അഖ്ലാഖിന്റെ കുടുംബാംഗങ്ങൾ മുഖ്യമന്ത്രി അഖിലേഷ് യാദവിനെ കണ്ടു. ദാദ്രിയിൽ ഇന്നും മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റമുണ്ടായി. വിദ്വേഷ പ്രസംഗങ്ങളിലൂടെ വാർത്തകളിൽ നിറഞ്ഞിരുന്ന സ്വാതി പ്രാജി ബീഫ് സൂക്ഷിച്ചെന്നാരോപിച്ച് ദാദ്രിയിൽ മധ്യവയസ്കനെ കൊലപ്പെടുത്തിയ സംഭവത്തെ ന്യായീകരിച്ചാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ബറേലിയിൽ നടന്ന പൊതുയോഗത്തിലാണ് ബീഫ് കഴിക്കുന്നവർ കൊല്ലപ്പെടുമെന്ന സ്വാതി പ്രാജിയുടെ പരാമർശം. ബീഫ് ഉപയോഗിക്കുന്നവർക്ക് ദാദ്രിയിൽ കൊല്ലപ്പെട്ട മുഹമ്മദ് അഖ്ലാഖിന്റെ വിധിയുണ്ടാകും. പ്രസംഗത്തിലെ പരാമർശം പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിൽ സ്വാതി പ്രാജി ആവർത്തിച്ചു. टुकड़े करके और उनको गौमांस खाने में जन्नत मिलती है और वो किसी हिंदू ने उसकी हत्या नहीं की, उसके अखलाक के भाई ने खुलासा किया है. അതേസമയം സംഭവത്തിന് രാഷ്ട്രീയ നിറം നൽകേണ്ട കാര്യമില്ലെന്ന് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് പ്രതികരിച്ചു. कोई कहीं पर कोई घटना होती है, घटना यदि कोई भी होती है बहुत ही अनफॉर्चुनेट होती है, बहुत ही दुर्भाग्यपूर्ण होती है, लेकिन उसको राजनीतिक रंग देने की कोशिश नहीं करनी चाहिए. സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കാനാണ് ബിജെപി ശ്രമിക്കുന്നതെന്ന് കോൺഗ്രസ് നേതാവ് മനീഷ് തിവാരി കുറ്റപ്പെടുത്തി. The same people who were responsible, or the same ideology which was responsible for the murder of Mahatma Gandhi, which was responsible for the murder of Graham Staines, which is responsible for the murder of Karl Burgi, that same ideology is responsible for the murder of this unfortunate person in Dadri. മുസഫർ നഗർ കലാപത്തിൽ ആരോപണ വിധേയനായ ബിജെപി എംഎൽഎ സംഗീത് സോം ദാദ്രി സന്ദർശിച്ചു. ഏകപക്ഷീയമായ അന്വേഷണമാണ് നടക്കുന്നതെന്ന് സംഗീത് സോം ആരോപിച്ചു. അതിനിടെ കൊല്ലപ്പെട്ട മുഹമ്മദ് അഖ്ലാഖിന്റെ കുടുംബാംഗങ്ങൾ ലക്നൌവിലെത്തി മുഖ്യമന്ത്രി അഖിലേഷ് യാദവിനെ കണ്ടു. കുടുംബത്തിന്റെ സുരക്ഷ ഉറപ്പാക്കണമെന്നും യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും കുടുംബാംഗങ്ങൾ ആവശ്യപ്പെട്ടു. ദാദ്രിയിൽ നിന്നും മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റമുണ്ടായി. മാധ്യമങ്ങൾ ദാദ്രി വിട്ടുപോകണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം. റിപ്പോർട്ടർ, ദില്ലി.